ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലൊരു കിടിലം ഫിഷ് ബിരിയാണി തയ്യാറാക്കി എടുക്കാം. ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. റൈസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു കുക്കറിലേക്ക് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന തോതിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞതും ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ബേ ലീഫ്, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, നെയ്യ്, ഉപ്പ്, ചെറുനാരങ്ങ നീര് ഇത്രയും ചേർത്ത് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം വാർത്ത് കളയാതെ കുക്കറിൽ വെച്ച് വറ്റിച്ചാണ് ഈ റൈസ് തയ്യാറാക്കി എടുക്കുന്നത്. ഒരു വിസിൽ കൊണ്ട് തന്നെ റൈസ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഫിഷ് ബിരിയാണി തയ്യാറാക്കുന്നതിനായി ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. ദശ കട്ടിയുള്ള എല്ലാത്തരം ഫിഷ് കൊണ്ടും ഈ ഫിഷ് ബിരിയാണി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത മീനിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി മീനെല്ലാം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മസാലയെല്ലാം പിടിക്കുന്നതിനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഒരു ചീനിച്ചട്ടിയിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് ചൂടാകുമ്പോഴേക്കും അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരിയതിനു ശേഷം ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ കുറച്ച് സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാളയും വറുത്ത് കോരിയതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ കുറേശ്ശെയായി ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനെല്ലാം വറുത്ത് കോരിയതിന് ശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് ചൂടാക്കാം. ഇനി ഇതിലേക്ക് സവാളയും തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഫിഷ് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഫിഷ് മസാലയ്ക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം.
1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴേക്കും നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിളക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയിൽ നിന്നും കുറച്ചെടുത്തൊന്ന് പൊടിച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫിഷ് ബിരിയാണിക്കുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുക്കറിൽ വെച്ച് റൈസ് എല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ റൈസ് ഫിഷ് മസാലയുടെ മുകളിലായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഈ റൈസിന്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ്, സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ നിരത്തി കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മീനിൽ നിന്നും കുറച്ച് മീനും കൂടി ഇതിന്റെ മുകളിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കിടിലൻ ഫിഷ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. താങ്ക് യു.